സുദീപേട്ടാ, എങ്ങനെയാണ് മാസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടത്? അല്ലെങ്കിൽ ആ ഒരു കൂട്ടിച്ചേരൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ്? കൃത്യമായിട്ട് പറഞ്ഞ 1999 ഓ, ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഓക്കെ. ദേവരാജ് മാസ്റ്റർ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് ആയി. അങ്ങനെ അഡ്മിറ്റഡ് ആയ സമയത്ത് ഞാനൊരു റെക്കോർഡിങ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തേജ് ഏട്ടൻ്റെ ഒരു പാട്ട് പാടാൻ കോഴിക്കോട് റെക്കോർഡിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ കോഴിക്കോട് നേരത്തെ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്, സംഗീത സംവിധായകൻ NP പ്രഭാകരൻ സാറിൻ്റെ. അപ്പൊ ഞാൻ അവിടെ ചെന്നാൽ എപ്പോഴും വിളിക്കും. അന്ന് പ്രഭാകരൻ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇവിടെ ദേവരാജ മാസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്. PK ഗോപി ലിറിക് റൈറ്റർ അദ്ദേഹം ഉണ്ട്, അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന സമയത്ത് നീ കൂടെ വന്നാൽ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദേവരാജ മാസ്റ്ററെ കാണാൻ വേണ്ടി അവിടെ പോകുന്നു. അവിടെ ചെന്ന് അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ്. അപ്പൊ എന്റെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പൊ എനിക്കൊരു സാമാന്യ ബുദ്ധി വന്നില്ല, ഈ ഫോണൊന്ന് സൈലന്റ് ആക്കി വെക്കണമെന്ന് തോന്നിയില്ല. മാസ്റ്റർ കാണാൻ സൈലന്റ് ആക്കാൻ പറ്റും, മറ്റേ ഐറ്റമല്ലേ കൊമ്പുള്ളത്, അതിന്റെ ഒന്നും അറിഞ്ഞൂടാ, വാങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി ആ റൂമിൽ കയറി നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബെല്ലടിച്ചു. ഫോൺ അതിഭീകരമായ ശബ്ദമാണ്, ഇന്നത്തെ പോലെ സുഖമുള്ള ഇങ്ങനെ പാട്ടൊന്നും അല്ലല്ലോ. ഒരു ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ബെല്ലടിക്കുന്നു, ഒരു മരണമാണ്. അപ്പൊ മാസ്റ്റർ ഒന്നാമത് ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ദേഷ്യമുള്ള സമയം, ആരാ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് പുറത്തിറക്കുന്നു പറഞ്ഞു. അങ്ങനെ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചാണ് പരിചയപ്പെടുന്നത്.